നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ബൈയിങ് മൊമെൻറ്റം വരാൻ സാധ്യതയുള്ള രണ്ട് സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് വോഡാഫോൺ ഐഡിയ ലിമിറ്റഡ്. വോഡാഫോൺ ഐഡിയ കഴിഞ്ഞ ദിവസം 8 രൂപ 11 പൈസയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 19 രൂപ 18 പൈസ. 52 വീക്ക് ഹൈയിൽ നിന്നും 50% ഡിസ്കൗണ്ടിൽ സ്റ്റോക്ക് ലഭിക്കുന്നു. 56,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ ഫണ്ടമെൻ്റൽസ് വളരെ മോശമാണ്. കൂടാതെ കമ്പനിയുടെ കടബാധ്യതയും കൂടുന്നു. അതോടൊപ്പം തന്നെ ടെലികോം സെക്ടറിൽ കമ്പനിക്ക് അതിൻ്റെ മാർക്കറ്റ് ഷെയറും ഗ്രാജ്വലി നഷ്ടമാവുകയാണ്. വോഡാഫോൺ ഐഡിയ എന്ന സ്റ്റോക്കിനെ ന്യൂസ് ബേസ്ഡ് മൊമെൻറ്റം പോയിൻ്റ് ഓഫ് വ്യൂ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അല്ല. വോഡാഫോൺ ഐഡിയ എന്ന സ്റ്റോക്ക് 6 മാസം കൊണ്ട് 48%-ലേറെ കറക്റ്റ് ആവുകയും ചെയ്തു. വോഡാഫോൺ ഐഡിയ 1980 കോടി രൂപ പ്രിഫറൻഷ്യൽ ഇഷ്യൂ വഴി സമാഹരിക്കുകയാണ്. ഈ പ്രിഫറൻഷ്യൽ ഇഷ്യൂവിൽ കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഓരോ ഷെയറിൻ്റെയും വില 11 രൂപ 28 പൈസയായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് ഇന്നത്തെ ക്ലോസിങ്ങിനേക്കാൾ ഉയർന്ന വിലയിലാണ് കമ്പനി അതിൻ്റെ ഷെയറുകൾ നാളെ സെൽ ചെയ്യുന്നത്. 1980 കോടി രൂപയുടെ ഫണ്ട് റൈസാണ് പ്രിഫറൻഷ്യൽ ഇഷ്യൂ വഴി കമ്പനി നേടുന്നത്. വോഡാഫോൺ ഐഡിയ എന്ന കമ്പനിയുടെ ഷെയറുകൾ ഒമേഗ ടെലികോം ഹോൾഡിംഗ് ലിമിറ്റഡ്, ഉഷ മാർട്ടിൻ ടെലിമാറ്റിക്സ് തുടങ്ങിയ കമ്പനികളാണ് വാങ്ങുന്നത്. ഒമേഗ ടെലികോം ഹോൾഡിംഗ്സ് ലിമിറ്റഡ് വോഡാഫോൺ ഐഡിയയുടെ ഷെയറുകൾ 1280 കോടി രൂപയ്ക്കും ഉഷ ടെലിമാറ്റിക്സ് 700 കോടി രൂപയ്ക്കുമാണ് വാങ്ങുന്നത്. ഈ രണ്ട് കമ്പനികളും വോഡാഫോൺ ഗ്രൂപ്പിൽ ബിലോങ്സ് ചെയ്യുന്ന കമ്പനികളാണ്. വോഡാഫോൺ ഐഡിയയുടെ തന്നെ പ്രൊമോട്ടേഴ്സിൻ്റെ കമ്പനിയാണ് ഉഷ മാർട്ടിൻ ടെലിമാറ്റിക്സും ഒമേഗ ടെലികോം ഹോൾഡിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡും. ഒമേഗ ടെലികോം ഹോൾഡിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന് വോഡാഫോൺ ഐഡിയയിൽ 0.4%, ഉഷ മാർട്ടിന് വോഡാഫോൺ ഐഡിയയിൽ 0.13% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. കടബാധ്യത വർദ്ധിച്ചതിനെ തുടർന്ന് വോഡാഫോൺ ഐഡിയ എന്ന കമ്പനി അതിൻ്റെ കടം കുറയ്ക്കുന്നതിന് വേണ്ടി കമ്പനി മുമ്പ് ഹോൾഡ് ചെയ്തിരുന്ന ഇൻഡസ് ടവറിൻ്റെ 3% സ്റ്റേക്കുകൾ 886 കോടി രൂപയ്ക്ക് റീസെൻ്റ്ലി ഓഫ് ലോഡ് ചെയ്തിരുന്നു. കൂടാതെ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൽ നിന്നും ആൾട്ടർനേറ്റീവ് അസറ്റ് മാനേജേഴ്സിൽ നിന്നും ലോക്കൽ മ്യൂച്വൽ ഫണ്ട് കമ്പനികളിൽ നിന്നും 2800 കോടി രൂപയുടെ ഫണ്ട് റൈസ് കമ്പനി നടത്തുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ വോഡാഫോൺ ഐഡിയ ഇന്ത്യൻ ടവർ കമ്പനിയിലുള്ള സ്റ്റേക്കുകൾ സെൽ ചെയ്യുകയാണ്. ഇന്ത്യൻ ടവർ കമ്പനി ഇപ്പോൾ ഭാരതി എയർടെലിൻ്റെ ഒരു സബ്സിഡറി കമ്പനിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. വോഡാഫോൺ ഐഡിയയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പെർഫോമൻസ് അത്ര മികച്ചതല്ല. കമ്പനിയുടെ ലോസ് ഇയർ ഓൺ ഇയറിൽ 8,738 കോടിയിൽ നിന്നും 7,176 കോടിയിലേക്ക് ഇടിഞ്ഞിട്ടുണ്ടെങ്കിലും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ കമ്പനിയുടെ ലോസ് 6,432 നിന്നും 7,176 ഉയർന്നു. കമ്പനി 10,932 കോടി രൂപയുടെ റവന്യൂ ആണ് നേടിയത്. എബിറ്റ 4,283 നിന്നും 4,550 വർദ്ധിക്കുകയും ചെയ്തു. വോഡാഫോൺ ഐഡിയ എന്ന സ്റ്റോക്ക് 52 വീക്ക് ലോയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുകയാണ്. കൂടാതെ 6 രൂപയ്ക്ക് അടുത്ത് സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ടുമുണ്ട്. 52 വീക്ക് ലോയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഡെഡ് കാറ്റ് ബൗൺസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത്തേത് സി ഇൻഫോസിസ്റ്റം ലിമിറ്റഡ്. ഇന്ന് സി ഇൻഫോസിസ്റ്റം ലിമിറ്റഡ് 16% വർദ്ധിച്ച് 1912 ക്ലോസിംഗ് നൽകി. 10,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 77.40. 52 വീക്ക് ഹൈ 2,747, 52 വീക്ക് ലോ 1,513. സി ഇൻഫോസിസ്റ്റം എന്ന കമ്പനിയുടെ CMD ആയ രാകേഷ് വർമ്മയുടെ സൺ രോഹൻ വർമ്മ ആരംഭിക്കുന്ന പുതിയ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിൽ നിന്നും സി ഇൻഫോസിസ്റ്റം അല്ലെങ്കിൽ മാപ്മൈ ഇന്ത്യ എന്ന കമ്പനി പിന്മാറിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. നവംബർ 29 കമ്പനി അറിയിച്ച അല്ലെങ്കിൽ കമ്പനി പുറത്തുവിട്ട എക്സ്ചേഞ്ച് നോട്ടിഫിക്കേഷൻ പ്രകാരം കമ്പനിയുടെ CMDയുടെ പുത്രൻ്റെ കമ്പനിയിൽ സി ഇൻഫോസിസ്റ്റം എന്ന കമ്പനി 35 കോടി രൂപ കമ്പൽസറി കൺവെർട്ടബിൾ ഡിബഞ്ചർ വഴി ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. ഈ തീരുമാനത്തെ ഒട്ടുമിക്ക ഇൻവെസ്റ്റേഴ്സ് എതിർക്കുകയും ഈ തീരുമാനത്തിനെതിരായിട്ട് വളരെ വലിയ രീതിയിലുള്ള അലിഗേഷൻസ് ഈ തീരുമാനത്തിനെതിരെ പല നിക്ഷേപകരും സംഘടിക്കുകയും ഇതിനെക്കുറിച്ച് വളരെ വലിയ വാർത്തകളും വിവാദങ്ങളും വരികയും ചെയ്തിരുന്നു. ഈ വിവാദപരമായ തീരുമാനത്തിൽ നിന്നും കമ്പനി പിൻവാങ്ങിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 16% ഉയർന്നത്. ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫീഡ്ബാക്ക് മനസ്സിലാക്കി പുതിയ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്തിരിയുന്നു എന്നാണ് എക്സ്ചേഞ്ച് നോട്ടിഫിക്കേഷനിൽ കമ്പനി അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഫ്യൂച്ചർ ഗ്രോത്ത് ഔട്ട്ലുക്കുള്ള B2B, B2B2C കമ്പനികളിൽ ഇൻവെസ്റ്റ് മാപ്മൈ ഇന്ത്യ എന്ന കമ്പനി വരും സമയങ്ങളിൽ നടത്തും എന്നും അറിയിച്ചിട്ടുണ്ട്.
സ്റ്റോക്കിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ബൈയിങ് മൊമെൻറ്റം വന്നതിനോടൊപ്പം തന്നെ വരും ദിവസങ്ങളിലും ഫോക്കസ് ചെയ്യാവുന്നതാണ്. കാരണം സ്റ്റോക്ക് കറക്റ്റ് ആയതിൻ്റെ പകുതി പോലും റിക്കവർ ആയിട്ടില്ല. ഒരു സമയത്ത് 2700 മുകളിൽ വിലയുണ്ടായിരുന്ന സ്റ്റോക്ക് ഇപ്പോൾ 1912 ട്രേഡ് ചെയ്യുന്നു. 1500 സ്ട്രോങ് ബേസ് ഫോം ചെയ്തതിന് ശേഷം സ്റ്റോക്ക് ഇപ്പോൾ 1912 ട്രേഡ് ചെയ്യുന്നു. 2000, 2050 തുടങ്ങിയ ലെവലുകൾ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. 2050 മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 2200, 2500 തുടങ്ങിയ ലെവലുകളിലേക്കും സ്റ്റോക്ക് ഉയർന്നേക്കാം. ന്യൂസ് ബേസ്ഡ് മൊമെൻറ്റം ആയതുകൊണ്ട് ന്യൂസ് സ്റ്റോക്കിൻ്റെ പെർഫോമൻസിനെ ബാധിക്കാനും സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്